വെൽക്കം ടു ദ നെക്സ്റ്റ് സെഷൻ ഓൺ ജനറൽ വെക്ടർ സ്പേസസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഒരു വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് ഡിഫൈൻ ചെയ്തിരുന്നു. ഡയമെൻഷൻ മീൻസ് ദ നമ്പർ ഓഫ് വെക്ടേഴ്സ് ഇൻ ദ ബേസിസ് ഓഫ് എ വെക്ടർ സ്പേസ്. സോ ഇന്ന് ഡയമെൻഷനുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ചില തിയറംസ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുമ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ, അതായത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന തിയറത്തിൻ്റെ ചില എക്സാമ്പിൾസ് ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇത് R3 എന്ന് പറയുന്ന സ്പേസിലെ 3 വെക്ടേഴ്സാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. സോ ദ വെക്ടേഴ്സ് ഔട്ട്സൈഡ് ദ പ്ലെയിൻ ക്യാൻ ബി അഡ്ജോയിൻ ടു ദ അതർ ടു വിത്തൗട്ട് എഫക്റ്റിംഗ് ദെയർ ലീനിയർ ഇൻഡിപെൻഡൻസ്. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു പ്ലെയിൻ ഉണ്ട്. ഈ പ്ലെയിനിലുള്ള 2 വെക്ടേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ വെക്ടേഴ്സ് കണ്ടാലറിയാം, ഒരു വെക്ടർ മറ്റേ വെക്ടറിൻ്റെ ലീനിയർ സ്കെയിലാർ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഈ വെക്ടേഴ്സിനെ v1 v2 എന്ന് വിളിക്കുകയാണെങ്കിൽ v1 is not a scalar multiple of v2. Similarly v2 is not a scalar multiple of v1. So v1 and v2 are linearly independent. ഓക്കെ, ഇനി ഈ v1ഉം v2ഉം കൂടി ലൈ ചെയ്യുന്ന ഒരു പ്ലെയിൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ആ പ്ലെയിനാണ് നമ്മളിവിടെ ലൈറ്റ് ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നത്. v1ഉം v2ഉം കൂടി സ്പാൻ ചെയ്യുന്ന ഒരു പ്ലെയിനാണിത്. ഈ പ്ലെയിനിൻ്റെ പുറത്തുള്ള ഒരു വെക്ടറാണ്, ഈ പ്ലെയിനിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന ഒരു വെക്ടറാണ് ഇവിടെ നമ്മൾ എടുക്കുന്ന v3 എന്ന് പറയുന്ന വെക്ടർ. സോ ദിസ് v3 ഈസ് നോട്ട് ഇൻ ദ സ്പാൻ ഓഫ് v1 ആൻഡ് v2. സോ v1 v2 v3 എന്ന് പറയുന്നത് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റായിരിക്കും. സോ എ വെക്റ്റർ ഔട്ട്സൈഡ് ദ പ്ലെയിൻ ക്യാൻ ബി ജോയിൻ ടു ദ അതർ ടു വിതൗട്ട് എഫക്റ്റിംഗ് ദെയർ ലീനിയർ ഇൻഡിപെൻഡൻസ്. ഇതുപോലെ ഇവിടെ നോക്കുക, ഈ പിക്ചറിൽ, ഈ ഫിഗറിൽ v1 v2 v3 ഇവർ 3 പേരും ഒരേ പ്ലെയിനിൻ്റെ തന്നെ വെക്ടേഴ്സാണ്. v1 v2 v3 3 of them lies in the same plane. They are coplanar vectors. ഈ കേസിൽ നമുക്കറിയാം, ഒരു പ്ലെയിനിനെ സ്പാൻ ചെയ്യാനായിട്ട് 2 വെക്ടേഴ്സേ ആവശ്യമുള്ളൂ. അപ്പോൾ v1ഉം v2ഉം മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ പ്ലെയിനിനെ സ്പാൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ v2ഉം v3 മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്ലെയിൻ സ്പാൻ ചെയ്യാം. ഓർ v1 v3 ഉപയോഗിച്ചും നമുക്ക് ഇതേ പ്ലെയിൻ തന്നെ സ്പാൻ ചെയ്യാൻ പറ്റും. ബിക്കോസ് ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇനി ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വെക്ടേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതിൽ നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ നിന്ന് v3യെ റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. സ്റ്റിൽ v1 v2 v1 v2 v3 ഇത് 3 പേരുടെയും ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് വി ആർ ടേക്കിംഗ് c1 v1 പ്ലസ് c2 v2 പ്ലസ് c3 v3, ലീനിയർ കോമ്പിനേഷൻ ഓഫ് v1 v2 ആൻഡ് v3. ദിസ് വെക്റ്റർ, ഇതിനെ ഞാൻ വെക്റ്റർ u എന്ന് വിളിക്കുകയാണെങ്കിൽ, ദ വെക്റ്റർ u ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന v1 v2 v3യെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇതേ പ്ലെയിനിലെ തന്നെ ഒരു വെക്ടറായിരിക്കും വെക്റ്റർ u എന്ന് പറയുന്നത്. അതായത് ഒരു പ്ലെയിനിലുള്ള വെക്റ്ററിനെ നമ്മൾ, പ്ലെയിനിൽ തന്നെയുള്ള വെക്റ്റേഴ്സാണ് v1 v2 v3. അപ്പോൾ അവരുടെ ഏത് സ്കെയിലാർ മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാലും അവരെ തമ്മിൽ എങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും വി വിൽ ബി സ്റ്റിൽ ഇൻ ദാറ്റ് പ്ലെയിൻ ഇറ്റ് സെൽഫ്. ഓക്കെ, സോ വെക്റ്റർ u വിൽ ബി ഇൻ ദിസ് പ്ലെയിൻ ഇറ്റ് സെൽഫ്. പക്ഷേ ഈ പ്ലെയിനെ സ്പാൻ ചെയ്യാൻ നമുക്ക് 2 വെക്റ്റേഴ്സേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഏതെങ്കിലും ഒരു വെക്റ്റർ റിമൂവ് ചെയ്താലും വെക്റ്റർ u ഉണ്ടാക്കാൻ പറ്റും. സോ വെക്റ്റർ u ക്യാൻ ബി റിട്ടൺ ആസ് സം d1 v1 പ്ലസ് d2 v2 എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ 3 പേരുടെയും കൂടി ആവശ്യമില്ല, ഒരാളെ റിമൂവ് ചെയ്യാം നമുക്ക്, 3 പേരും ഒരേ പ്ലെയിനിലുള്ളവരാണെങ്കിൽ. സോ എനി ഓഫ് ദ വെക്റ്റേഴ്സ് ക്യാൻ ബി റിമൂവ്ഡ് and the remaining 2 will still span the plane. അടുത്തതായിട്ട് ഈ ഫിഗറിൽ നമുക്ക് കാണാം, we have still 3 vectors v1 then v2 v3. ഇവിടെ v2 is a scalar multiple of v3 or v3 is a scalar multiple of v2. So v3 and v2 they are not linearly independent. പക്ഷേ v1ഉം v2ഉം എടുക്കുകയാണെങ്കിൽ v1 is not a scalar multiple of v2, അതുപോലെ v2 is not a scalar multiple of v1. Or if I take v3 and v1, v3 is not a scalar multiple of v1 and v1 is not a scalar multiple of v3.
സോ V1 V2 ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. അതുപോലെ V1 V3യും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. ഇതിലേതെങ്കിലും രണ്ട് വെക്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്ലെയിൻ സ്പാൻ ചെയ്യാൻ പറ്റും. പക്ഷേ V2വും V3യും ഉപയോഗിച്ച് നമുക്ക് ഈ പ്ലെയിനെ സ്പാൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദേ ആർ കൊലീനിയർ, ദേ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. അപ്പോൾ ഈ V2ൻ്റെയും V3ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെക്റ്റേഴ്സ് എല്ലാം ഈ ഒരു ലൈനിൽ തന്നെയുള്ള വെക്റ്റേഴ്സേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ലൈനിൻ്റെ പുറത്തുള്ള വെക്റ്റേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റില്ല, പ്ലെയിനിലെ മറ്റുള്ള വെക്റ്റേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഇവിടെ നമ്മൾ പറയുന്നത് either of the collinear vectors can be removed and the remaining two will still span the plane. അപ്പോൾ അതായത് ഒന്നുകിൽ V1ഉം V2ഉം എടുക്കാം, ഇറ്റ് വിൽ സ്പാൻ ദിസ് പ്ലെയിൻ, ഓർ V3യും V1ഉം എടുക്കാം, അപ്പോഴും ഈ പ്ലെയിനെ സ്പാൻ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് V2ഉം V3യും ഉപയോഗിച്ചാൽ നമുക്ക് ഈ രണ്ട് വെക്റ്റേഴ്സും ഉള്ള ലൈൻ ഏതാണോ ആ ലൈനിലുള്ള വെക്റ്റേഴ്സിനെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, പ്ലെയിനിലുള്ള മറ്റ് വെക്റ്റേഴ്സിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി അടുത്തതായിട്ട് വി ഹാവ് എ തിയറം. ഇതിനെ പ്ലസ് മൈനസ് തിയറം എന്നാണ് നമ്മൾ പറയുന്നത്. ലെറ്റ് എസ് ബി എ നോൺ എംപ്റ്റി സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഇൻ എ വെക്റ്റർ സ്പേസ് ക്യാപിറ്റൽ വി. എസ് ഈസ് എ നോൺ എംപ്റ്റി സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഇൻ എ വെക്റ്റർ സ്പേസ് ക്യാപിറ്റൽ വി. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഇഫ് എസ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആൻഡ് ഇഫ് വി ഈസ് എ വെക്റ്റർ ഇൻ വി ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ഓഫ് സ്പാൻ എസ്, then the set S union vector V that results by inserting V into S is still linearly independent. നമ്മൾ ആദ്യത്തെ പിക്ചറിൽ കണ്ട പോലെ V1ഉം V2ഉം ഉള്ള ഒരു പ്ലെയിൻ നമുക്ക് കിട്ടി. ആ പ്ലെയിനിൻ്റെ പുറത്തുള്ള ഒരു വെക്ടറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ V1 V2ൻ്റെ കൂടെ ആ വെക്ടറും കൂടി കൂട്ടിച്ചേർത്താലും ലീനിയർ ഇൻഡിപെൻഡൻസിന് ഒന്നും സംഭവിക്കില്ല. അതുപോലെ ഇവിടെ എസ് ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. എസ്സിലുള്ള എലമെൻസിൻ്റെ സ്പാൻ നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ സ്പാനിലില്ലാത്ത ഒരു വെക്റ്ററാണ് വെക്റ്റർ വി എന്ന് കരുതുക. ദെൻ എസ്സിൻ്റെ കൂടെ വെക്റ്റർ വിയും കൂടി ചേർത്താലും ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് തന്നെ ആയിരിക്കും. എസ് യൂണിയൻ വെക്റ്റർ വി എന്ന് പറയുന്നതും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് തന്നെ ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, if V is a vector in S that is expressible as a linear combination of other vectors in S, and if S minus vector V denotes the set obtained by removing V from S. നിങ്ങൾക്കറിയാം S minus vector V എന്ന് പറഞ്ഞാൽ എസ്സിൽ നിന്ന് നമ്മൾ വെക്ടർ വിയെ ഒഴിവാക്കണം. then S and S minus vector V span the same space. Okay, so that is span of S is same as span of S minus vector V. ഇതാണ് നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും പിക്ചേഴ്സിൽ കണ്ടിരുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പിക്ചറിൽ നമുക്ക് 3 വെക്റ്റേഴ്സ് ഉണ്ടായിരുന്നു, V1 V2 ആൻഡ് V3. ഈ V1ഉം V2ഉം V3യും ഒരേ പ്ലെയിനിൽ തന്നെയുള്ള വെക്റ്റേഴ്സാണ്. വി ക്യാൻ എക്സ്പ്രസ് V3 ആസ് സം C1 V1 പ്ലസ് C2 V2. Okay, so if V is a vector in S that is expressible as a linear combination of other vectors in S, അതുപോലെ ഇവിടെ V3 is expressible as linear combination of V2 and V3, then span of V1 V2 V3 എന്ന് പറയുന്നതും span of V1 V2 എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ തിയറത്തിൻ്റെ ഒരു അപ്ലിക്കേഷൻ നമുക്ക് കാണാം. ഷോ ദാറ്റ് P1 ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ, P2 ഈക്വൽ ടു 2 മൈനസ് എക്സ് സ്ക്വയർ ആൻഡ് P3 ഈക്വൽ ടു എക്സ് ക്യൂബ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ്. നമുക്ക് ഈ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ ഈ തിയറം ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ലീനിയർ ഇൻഡിപെൻഡൻസ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ഞാൻ ആദ്യത്തെ രണ്ട് വെക്റ്റേഴ്സ് എടുത്തു. P1 ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയറും P2 ഈക്വൽ ടു 2 മൈനസ് എക്സ് സ്ക്വയറും. ഈ P1ൻ്റെ ഏത് സ്കെയിലാർ മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാലും C1 P1 വിൽ ബി ഓഫ് ദ ഫോം C1 മൈനസ് C1 എക്സ് സ്ക്വയർ. സോ കോൺസ്റ്റൻ്റ് ആയിട്ട് ആരാണോ ഉള്ളത് അത് തന്നെയാണ് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടും നമുക്കവിടെ നിൽക്കുന്നത്. ഈ ഫോമിലാണോ നമുക്ക് P2 ഉള്ളത്? അല്ല, കാരണം P2വിലെ കോൺസ്റ്റൻറ്റ് ടേം 2 ആണ്,
എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 അല്ല, ഇറ്റ് ഇസ് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് ശരിക്കും -c1 ആണ് വേണ്ടത്. ഇവിടെ -2 അല്ല വന്നിരിക്കുന്നത്, -1 ആണ് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ്. സോ P2 ഈസ് നോട്ട് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് P1. ഇതുപോലെ തന്നെ ഇഫ് ഐ ടേക്ക് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് P2, സേ C2 P2 എന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം 2C2 മൈനസ് C2 എക്സ് സ്ക്വയർ. അതായത് കോൺസ്റ്റൻറ്റ് ടേം എന്താണോ അതിൻ്റെ പകുതിയെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഫോമിലാണ് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ടാവേണ്ടത്. ഈ ഫോമിലാണോ നമ്മുടെ P1 ഉള്ളത്? അല്ല. കാരണം P1ൻ്റെ കോൺസ്റ്റൻറ്റ് 1 ആണ്. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് അങ്ങനെയാണെങ്കിൽ P2ൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിരുന്നെങ്കിൽ -1/2 എന്ന് വരേണ്ടതായിരുന്നു. ഇപ്പം എന്തായാലും അവിടെ അങ്ങനെയല്ല, -1 ആണ് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് P1 ഈസ് നോട്ട് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് P2. ഇപ്പോൾ P2 ഈസ് നോട്ട് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് P1, അതുപോലെ P1 ഈസ് നോട്ട് എ സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് P2. So we can say that this P1 and P2, set P1, P2 is a linearly independent set, since neither vector in S is a scalar multiple of the other. Okay. അപ്പോൾ P1 ഉം P2 ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് വെക്റ്റേഴ്സാണ്. അപ്പോൾ ഇവരുടെ സ്പാനിലില്ലാത്ത ഒരാളാണ് P3 എങ്കിൽ we can say that P1, P2, P3 are linearly independent. ഓക്കെ. അപ്പോൾ അതിനു വേണ്ടി ഞാനിനി P1ൻ്റെയും P2ൻ്റെയും സ്പാനിലുള്ള ആളാണോ P3 എന്ന് നോക്കാൻ പോവാണ്. സോ C1 P1 പ്ലസ് C2 P2, ഈ ഫോമിൽ നമുക്ക് P3യെ എഴുതാൻ പറ്റുമോ എന്നാണ് ചെക്ക് ചെയ്യണേ. സോ വാട്ട് ഇസ് C1 P1? ഇറ്റ് ഇസ് C1 മൈനസ് C1 എക്സ് സ്ക്വയർ പ്ലസ് C2 P2 ഇസ് 2C2 minus C2 x square, which is C1 plus 2C2, this is the scalar, minus C1 plus C2 times x square. So this is a second degree polynomial. Means P1ൻ്റെയും P2ൻ്റെയും ഏത് സ്കെയിലാർ മൾട്ടിപ്പിൾ എടുത്താലും it will be a second degree polynomial. Here P3 is a third degree polynomial. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം P1 ഉം P2 ഉം ഉപയോഗിച്ച് നമുക്ക് P3യെ എഴുതാൻ പറ്റില്ല. ഓക്കെ. സോ ദ വെക്റ്റർ P3 cannot be expressed as a linear combination of vectors in capital S. സോ നമുക്ക് മനസ്സിലായി P3 is not in span of P1 and P2. P1 P2 ഓൾറെഡി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. P3 ആണെങ്കിൽ ഇവരെ ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന വെക്റ്റർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും S union set P3 which is equal to P1 P2 P3 is linearly independent. ഓക്കെ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് അടുത്ത തിയറാണ്. ഈ തിയറം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ബി ആൻ എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. നമ്മുടെ കയ്യിൽ എൻ ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു വെക്ടർ സ്പേസ് ഉണ്ട്. എൻ ഡയമെൻഷണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് വിൻ്റെ ഏത് ബേസിസ് എടുത്താലും അതിൽ n വെക്റ്റേഴ്സാണ് ഉണ്ടാവുക. ലെറ്റ് എസ് ബി എ സെറ്റ് ഇൻ ക്യാപിറ്റൽ വി വിത്ത് എക്സാക്ട്ലി n വെക്റ്റേഴ്സ്. എസ്സിൽ നിന്ന് n വെക്റ്റേഴ്സിൻ്റെ ഒരു കളക്ഷൻ നമ്മൾ എടുത്തു. ഇനി നമുക്ക് നോക്കണം ഈ എസ് എന്ന് പറയുന്നത് വിയുടെ ഒരു ബേസിസ് ആണോ അല്ലയോ. അപ്പോൾ ഒരു സെറ്റ് തന്നാൽ അത് ബേസിസ് ആണോ എന്നറിയാനായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുക. ഒന്ന്, ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണോ നോക്കും, സെറ്റിലെ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കണം. രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്യുക എന്താണ്, ആ സെറ്റിലെ വെക്റ്റേഴ്സ് ഉപയോഗിച്ച് ഫുൾ സ്പേസിനെ സ്പാൻ ചെയ്യാൻ പറ്റുമോ. ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഒരു സെറ്റ് ബേസിസ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു n ഡയമെൻഷണൽ സ്പേസ് ആണ്. എടുത്തിരിക്കുന്ന സെറ്റാണെങ്കിൽ n വെക്റ്റേഴ്സ് ഉള്ള ഒരു സെറ്റാണ് എങ്കിൽ ഈ രണ്ട് കാര്യവും നമ്മൾ ചെക്ക് ചെയ്യേണ്ട. ഇതിലൊരു കാര്യം ശരിയാണെങ്കിൽ മറ്റേത് നാച്ചുറലി ശരിയായിക്കോളും. അതായത് ഒന്നുകിൽ നമുക്ക് ഈ വെക്റ്റേഴ്സ് ലീനിയർലി, ഈ n വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കുക. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതൊരു ബേസിസ് ആയിരിക്കും. അതല്ലെങ്കിൽ ഈ സ്പേസ് ഉപയോഗിച്ച്, ഈ വെക്റ്റേഴ്സ് ഉപയോഗിച്ച്, ഈ n വെക്റ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് വെക്റ്റർ സ്പേസിലെ എല്ലാ വെക്റ്റേഴ്സിനെയും സ്പാൻ ചെയ്തുണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിലും അത് ബേസിസ് ആയിരിക്കും. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. സോ
ഒന്നും കൂടി നോക്കുക തിയറം. ലെറ്റ് വി ബി an n dimensional vector space. Let S be a set in V with exactly n vectors. Then S is a basis for V if and only if S spans V or S is linearly independent. ഒന്നുകിൽ S Vയെ സ്പാൻ ചെയ്യണം, അല്ലെങ്കിൽ S ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. ശരിക്കും നമുക്കറിയാം ബേസിസ് ആവണമെങ്കിൽ ഇത് രണ്ടും വേണം. പക്ഷെ നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് ചെക്ക് ചെയ്താൽ മറ്റേത് ഹോൾഡ് ചെയ്തോളും എന്നാണ് തിയറം പറയുന്നത്. സോ നമ്മളിവിടെ ഈ തിയറം പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? അസ്യൂം ദാറ്റ് എസ് ഹാസ് എക്സാക്ട്ലി n വെക്റ്റേഴ്സ് ആൻഡ് എസ് സ്പാൻസ് വി എന്ന് കരുതുക. എസ് വിയെ സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എസ് ബേസിസ് ആണെന്ന് കാണിക്കണം. ബേസിസ് ആണെന്ന് കാണിക്കാൻ നമ്മൾ ചെയ്യുക എന്തൊക്കെയാണ്? സ്പാൻ ചെയ്യുന്നുണ്ടെന്നും കാണിക്കണം, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും കാണിക്കണം. അതിൽ സ്പാൻ ചെയ്യുന്നുണ്ട് എന്ന് നമ്മളിവിടെ അസ്യൂം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുമാത്രം പ്രൂവ് ചെയ്താൽ മതി? ഇഫ് എസ് സ്പാൻസ് വി ദെൻ എസ് എസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓർക്കുക, എസ്സിൽ n വെക്റ്റേഴ്സാണ് ഉള്ളത്, നമ്മുടെ കയ്യിലുള്ളത് n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസുമാണ്. ആ കേസിൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. സോ ടു പ്രൂവ് ദാറ്റ് S is a basis, we must show that S is a linearly independent set. അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോണത്. Suppose S is not linearly independent. If this is not so, then some vector V element of capital S is a linear combination of remaining vectors. കാരണം നമുക്കറിയാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് എപ്പോഴാണ് പറയുക? ആ സെറ്റിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതിനെ മറ്റുള്ള സെറ്റിലെ തന്നെ മറ്റുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റരുത്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. സപ്പോസ് എസ് ഇസ് നോട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, ദെൻ എനി വൺ ഓഫ് ദ വെക്റ്റർ വി എലമെൻറ്റ് ഓഫ് എസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അതർ വെക്റ്റേഴ്സ് ഇൻ ക്യാപിറ്റൽ എസ്. ഓക്കെ, സോ നമുക്ക് വെക്റ്റർ വിയെ ബാക്കി എസ്സിലെ മറ്റുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ തിയറം അനുസരിച്ച് ഈ വിയെ ഒഴിവാക്കിയാലും നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് വിൽ സ്റ്റിൽ സ്പാൻ ദ സെയിം സ്പേസ്. നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ പറഞ്ഞു, ഇഫ് എനി വൺ ഓഫ് ദ വെക്റ്റർ എസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അതർ വെക്റ്റേഴ്സ്, then span of S is same as span of S minus V എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഞാൻ ഇവിടെയും പറയുന്നത്. If we remove this vector V from capital S, then it follows that the remaining set of n minus 1 vectors will still span V. n vectors ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നമ്മൾ ഒരു വെക്റ്റർ കളഞ്ഞു, ബാക്കിയുള്ള n minus 1 വെക്റ്റേഴ്സിന് വിയെ സ്പാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് ദിസ് ഇസ് ഇമ്പോസിബിൾ since no set with fewer than n vectors can span an n dimensional vector space. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്പേസ് n ഡയമെൻഷണൽ ആണെങ്കിൽ അതിനെ സ്പാൻ ചെയ്യാൻ ഉറപ്പായിട്ടും n വെക്റ്റേഴ്സ് വേണം. അപ്പോൾ n-1 വെക്റ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഒരു n ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. സോ ഇഫ് വി ടേക്ക് S is not linearly independent, we will arrive at a contradiction. അപ്പോൾ പിന്നെ എന്തേ പറ്റുള്ളൂ? എസ് മസ്റ്റ് ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അടുത്ത ഭാഗം പ്രൂവ് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത് എസ്സിലെ n വെക്റ്റേഴ്സാണ് ഉള്ളത്, എസ് സ്പാൻസ് വി എങ്കിൽ എസ് ഈസ് എ ബേസിസ് എന്നാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യണം എസ്സിൽ n വെക്റ്റേഴ്സ് ഉണ്ട്, ആ വെക്റ്റേഴ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ ബേസിസ് എന്ന് നമുക്ക് കാണിക്കണം. സോ assume that S has exactly n vectors and S is a linearly independent set. പിന്നെ നമുക്ക് പ്രൂവ് ചെയ്യണം, to prove that S is a basis we must show that S spans V. പിന്നെ അസ്യൂം ചെയ്യുക എസ് വിയെ സ്പാൻ ചെയ്യുന്നില്ല എന്ന് കരുതുക. എസ് വിയെ സ്പാൻ ചെയ്യുന്നില്ലെങ്കിൽ എസ്സിലുള്ള ഏതെങ്കിലും എസ് അല്ല വിയിലുള്ള ഏതെങ്കിലും ഒരു വെക്റ്ററിനെയെങ്കിലും നമുക്ക് എസ്സിലുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റില്ല. സോ ബട്ട് ഇഫ് ദിസ് ഇസ് നോട്ട് സോ, ദർ ഈസ് സം വെക്റ്റർ വി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ വി സച്ച് ദാറ്റ് വെക്റ്റർ വി ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് സ്പാൻ ഓഫ് എസ്. ഓക്കെ, വി നോട്ട് ഈക്വൽ ടു സ്പാൻ ഓഫ് എസ് ആണെങ്കിൽ വിയിലുള്ള ഏതെങ്കിലും ഒരു വെക്റ്ററിനെ
വെക്റ്റർ സ്പാൻ ഓഫ് എസ്സിൽ ഉണ്ടാവില്ല. അതാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കണേ. പക്ഷെ വീണ്ടും നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ തിയറം പറയണു, ഇഫ് വി ഹാവ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്, ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ സ്പാനിന് പുറത്തുള്ള ഒരു വെക്റ്ററിനെ ഈ സെറ്റിൻ്റെ കൂടെ കൂട്ടിച്ചേർത്താലും ലീനിയർ ഇൻഡിപെൻഡൻസിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. സോ ഇഫ് വി ഇൻസേർട്ട് ദിസ് വെക്റ്റർ ഇൻ ടു എസ്, ദെൻ ഇറ്റ് ഫോളോസ് ദാറ്റ് ദിസ് സെറ്റ് ഓഫ് n+1 വെക്റ്റേഴ്സ് ഇസ് സ്റ്റിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു n ഡയമെൻഷണൽ സ്പേസിൽ നമുക്ക് n+1 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ഉണ്ടെന്നാണ് കിട്ടിയത്. ദിസ് ഇസ് സ്റ്റിൽ എ കോൺട്രഡിക്ഷൻ. ബിക്കോസ് നമുക്കറിയാം ഒരു n ഡയമെൻഷണൽ സ്പേസിൽ n+1 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ഉണ്ടാവാൻ പറ്റില്ല. എനി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് വിൽ ബി ഓഫ് ഡയമെൻഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. Okay, so this is impossible since no set with more than n vectors in an n-dimensional vector space can be linearly independent. So S must span V because S V യെ സ്പാൻ ചെയ്യില്ല എന്ന് എടുത്തപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു കോൺട്രഡിക്ഷനിലെത്തിയത്. അതുകൊണ്ട് S V യെ സ്പാൻ ചെയ്തേ പറ്റൂ. പിന്നെ മുതൽ ഒരു n ഡയമെൻഷണൽ സ്പേസിൽ നമുക്ക് n വെക്റ്റേഴ്സ് തന്നാൽ അത് ബേസിസ് ആവുമോ ചെക്ക് ചെയ്യാൻ ഒന്നുകിൽ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്പാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. രണ്ടും കൂടി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ പണി കുറച്ച് കുറഞ്ഞു. ഓക്കെ.